ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ബെല്ലാരിയിലെ ഗോവർദ്ധനാണ് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം വിറ്റത് എന്ന പ്രത്യേക അന്വേഷണ സംഘം SIT കണ്ടെത്തിയിരുന്നു. അതിൽ പ്രകാരം തെളിവെടുപ്പ് നടത്തി കർണാടകയിലെ ബെല്ലാരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച ഗോവർദ്ധനിൽ നിന്ന് ആ സ്വർണം കണ്ടെത്തിയിരുന്നു. 476 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് കവർന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിൽ എത്തിച്ച് ഗോവർദ്ധന് വിൽപ്പന നടത്തിയ സ്വർണ്ണക്കട്ടികൾ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഗോവർദ്ധൻ എത്തിയ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. കട്ടിളപ്പാളി സ്ഥാപിക്കുന്ന പൂജയ്ക്കായി ഗോവർദ്ധൻ ശബരിമല സന്നിധിയിൽ എത്തിയ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിലെ വ്യാപാരി ശബരിമല സന്നിധിയിൽ എത്തിയിരുന്നു. കട്ടിളപ്പാടി സമർപ്പിക്കുന്ന ദിവസം ശബരിമല സന്നിധാനത്ത് ഗോവർദ്ധൻ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കമലേഷ് തെക്കേക്കാടിനെ കൂടി കൂടുതൽ വിശദാംശങ്ങൾക്കായി പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. കൃത്യമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഗോവർദ്ധൻ ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. ഈ നേരത്തെ തന്നെ കട്ടിളപ്പാളി സമർപ്പിക്കുന്ന, അതായത് ശബരിമലയിലേക്ക് വേണ്ടി അയ്യപ്പന് വേണ്ടി കാണിക്കയായി ശബരിമലയിൽ സ്വർണ്ണക്കട്ടിളപ്പാളി സമർപ്പിക്കുന്ന ആ ദൃശ്യങ്ങളിൽ ഗോവർദ്ധനെ കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആളാണ് ഗോവർദ്ധനൻ. അതായത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയ 476 ഗ്രാം സ്വർണം വിറ്റ ആൾ കൂടിയാണ് ഈ ഗോവർദ്ധനൻ എന്ന് പറയുന്ന കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി. ഇയാളെ കേന്ദ്രീകരിച്ച് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അന്വേഷണവും പുരോഗമിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കർണാടകയിലെ ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധന്റെ പങ്ക് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഈ ഗോവർദ്ധനൻ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വിടുന്നത്. ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാനായി ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയി അന്ന് ഈ കട്ടിളപ്പാളിയും കൊണ്ടുപോയി വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ച സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതടക്കം നിരവധി ആരോപണങ്ങൾ, അന്വേഷണങ്ങളൊക്കെ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനുമെതിരെ ഒക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗോവർദ്ധനുമായി അടുത്ത ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഏതായാലും വലിയ ഗൂഢാലോചന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഗോവർദ്ധൻ അടക്കമുള്ള നിരവധി ആളുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ശബരിമലയിൽ ഈ സ്വർണ്ണ പൂശിയ കട്ടിളപ്പാളി സ്ഥാപിക്കുന്ന, അതായത് ശബരിമലയിലേക്ക് അയ്യപ്പന് കാണിക്കയായി കാഴ്ച നിവേദ്യമായി അത് നൽകുന്ന ദൃശ്യങ്ങൾ, ആ ഫോട്ടോയാണ് നമ്മളിപ്പോൾ തത്സമയം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലുള്ളത് ഒരാൾ ഗോവർദ്ധനൻ കൂടിയാണ്. ഈ ഗോവർദ്ധനാണ് ഈ കട്ടിളപ്പാളിയിൽ നിന്ന് വേർതിരിച്ച് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ച് എന്ന് കരുതപ്പെടുന്ന 476 ഗ്രാം സ്വർണം പിന്നീട് വിൽക്കുന്നതും ഇതേ ഗോവർദ്ധന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ചക്രം, ഇതിൻ്റെ ഒരു സർക്കിൾ അത് കംപ്ലീറ്റ് ആവുകയാണ്. ഗൂഢാലോചന ഏത് വഴിക്ക് നടന്നു എന്നുള്ള കൃത്യമായ തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതാ കമലേഷ് തെക്കേക്കാട് കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, സ്വർണ്ണക്കള്ളയ്ക്ക് പിന്നിലെ ഗൂഢാലോചനകൾ ഒരിക്കൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, ഗോവർദ്ധന്റെ പങ്ക്, ഏത് രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായി തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിനിഷ, തീർച്ചയായും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്വർണം കവർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ തെളിവുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗോവർദ്ധൻ്റെ അടുത്താണ് ഈ സ്വർണം വിറ്റിരുന്നത്. ഇദ്ദേഹം ബെല്ലാരിയിലുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. ഇയാളുടെ അടുത്തെത്തി ഉൾപ്പെടെ അന്വേഷണ സംഘം തെളിവെടുത്തിരുന്നു. ഈ നിലവിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അന്വേഷണ സംഘം ഈ ഗോവർദ്ധൻ്റെ ശബരിമലയിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ശബരിമലയിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കഴിയുന്നത്. ആ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പൂശാനുള്ള സ്വർണം ഉൾപ്പെടെ നൽകിയത് ഗോവർദ്ധനാണ് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ നിന്നും വലിയ ഒരു സ്വർണ്ണ കൊള്ള നടത്താനുള്ള ഒരു വേദിയാക്കി അല്ലെങ്കിൽ ഒരു അവസരമാക്കി ശബരിമലയിലെ ഈ കാര്യങ്ങളെയെല്ലാം ഇവർ രണ്ടുപേരും ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് എത്ര കാലമായി ഇവർ തമ്മിലുള്ള ഈ ഇടപാടുകളുണ്ട്, ശബരിമലയിൽ ഗോവർദ്ധൻ എത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഏത് കാലം തൊട്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വെളിച്ചത്ത് വരേണ്ടത് അല്ലെങ്കിൽ പുറത്തേക്ക് വരേണ്ടത്. ഏതായാലും ഈ പൂജാ ചടങ്ങുകളുടെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തു വരുന്നത്. ഈ കട്ടിളപ്പാളി അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ഈ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ശബരിമലയിൽ എത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ എത്രത്തോളം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ഈ കവർച്ച ആസൂത്രിതമായി നടത്തിയതാണ്, എത്ര കാലമായി ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഏതായാലും ബെല്ലാരിയിലുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയാണ് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്നയാൾ. ഇവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി മറിച്ച് വിറ്റിട്ടുള്ളത് അല്ലെങ്കിൽ അത് നൽകിയിട്ടുള്ളത്. അതിന്റെ തെളിവുകളും ഈ സ്വർണം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഇനി ഏതൊക്കെ തരത്തിൽ ഈ സ്വർണം ഉരുക്കിയതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഇനി 109 പവൻ സ്വർണം എവിടെയാണ് എന്നതുൾപ്പെടെ അന്വേഷണ സംഘം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഗോവർദ്ധന് എന്തെങ്കിലും തരത്തിൽ കൃത്യമായ വിവരമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ തെളിവുകൾ, അതായത് ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇവർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉൾപ്പെടെ ഇവർ ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നിവ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിനിഷ, അതായത് വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളി, അത് സ്വർണ്ണ കട്ടിളപ്പാളി ശബരിമലയിൽ കാണിക്കയായി സമർപ്പിക്കുന്നതും ഗോവർദ്ധൻ, അതേ കട്ടിളപ്പാളി ഇളക്കി കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതും ഗോവർദ്ധന. അപ്പോൾ ആ ഒരു സർക്കിൾ തന്നെ അവിടെ പൂർത്തിയാകുന്നു. ഗൂഢാലോചനയുടെ ഭാഗം എങ്ങനെയായി ഗോവർദ്ധൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇതിനപ്പുറത്തേക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ ചിത്രങ്ങൾ തന്നെ അത് പറയുന്നുണ്ട്. കമലേഷ്, തീർച്ചയായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ ഇപ്പോൾ ഈ കർണാടകയിലെ ഈ സ്വർണ്ണ വ്യാപാരി, ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിന് ഈ ദൃശ്യങ്ങൾ മതിയാവും. പല തവണകളിലായി ശബരിമലയിൽ ഈ ഗോവർദ്ധൻ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വർണം പൂശുന്നതിനുണ്ട് സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ അയാൾ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഇവിടുന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അത് ചെമ്പുപാളിയാണ് എന്നത് രേഖപ്പെടുത്തി അതിനകത്തുള്ള സ്വർണമാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഗോവർദ്ധൻ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അവർ തമ്മിലുള്ള കച്ചവടം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി അന്വേഷണം പോകുന്നത്. ഏതായാലും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഈ വിഷയങ്ങളിലെല്ലാം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇതോടുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും നിർണായകമായ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഏതായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, എത്ര കാലമായി നടന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിന്റെ കണ്ണികൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് ഗോവർദ്ധൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ സ്വർണം എത്തിച്ചിട്ടുള്ളത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ അടുത്താണ്. അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ ഈ സ്വർണം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ സ്വർണം എവിടെയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർണായക വിവരം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. ഏതായാലും ആ നിലയിലേക്കുള്ള ഈ ഗോവർദ്ധന്റെ ഇടപാടുകൾ, ശബരിമലയിൽ ഉൾപ്പെടെ എത്തിയിട്ടുള്ള ഗോവർദ്ധന്റെ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇനി അന്വേഷണം നടത്തുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര കാലത്തെ പരിചയമുണ്ട്, ഏത് നിലയിലാണ് ഇവരുടെ ഇടപാടുകൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിനിഷ.